വെൽക്കം ടു റിയൽ ടോക്സ്. ലാൻഡ് കൺവേർഷൻ, ഭൂമി തരം മാറ്റം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതാണ്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലാൻഡ് ടാക്സ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തരം എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. ഈ തരം എന്നുള്ള കാറ്റഗറിയിൽ നോക്കുമ്പോൾ ചിലരുടെ പ്രോപ്പർട്ടിയിൽ നിലമെന്നാകാം, ചിലതിൽ പുരയിടമെന്നാകാം, ചിലതിൽ തോട്ടമെന്നാകാം. അപ്പോൾ ഇതിൽ നിലം എന്നുള്ള കാറ്റഗറി എങ്ങനെ നമ്മൾക്ക് പുരയിടമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അതൊരു ലോങ് പ്രോസസ്സാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളുടെ ലാൻഡ് ടാക്സിൽ നിലം എന്നാണ് കിടക്കുന്നതെങ്കിൽ നമ്മളുടെ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ നമ്മളുടെ അഗ്രികൾച്ചർ ഓഫീസിലോ ചെന്നിട്ട് അവിടുത്തെ ലാൻഡ് ബാങ്കിൽ ഈ പ്രോപ്പർട്ടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക, വെരിഫൈ ചെയ്യുക. അപ്പം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണുന്നതെങ്കിൽ പിന്നെ നമ്മൾ നേരെ പോകേണ്ടത് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ CSC. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ടൈറ്റിൽ ഡീഡിൻ്റെ കോപ്പിയും ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ അവർ പൊസഷൻ സർട്ടിഫിക്കറ്റ് എടുത്തു വരും, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. ഇത് മൂന്നും കൂടെ ആയ ശേഷം ഫോം 5 എന്നുള്ളൊരു ആപ്ലിക്കേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, ലാൻഡ് ബാങ്കിൽ നിന്നും മാറ്റുവാൻ വേണ്ടി. അതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ഇത് റവന്യൂവിലേക്ക് ഈ ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾക്ക് അതിൻ്റെ അപ്രൂവലായി വന്നു കഴിഞ്ഞാൽ, അത് നമ്മുടെ ആ സെൻട്രൽ തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും അപ്രൂവലായോ ഇല്ല എന്നുള്ളത്. അപ്രൂവലായി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഒരു സർട്ടിഫൈഡ് സർവേയറെ കൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടി സർവേ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പർപ്പസ് അവരോട് പറയണം, നമുക്ക് ലാൻഡ് കൺവേർഷന് വേണ്ടിയാണ് എന്ന് പറയണം. അപ്പോൾ അവരതിന് അനുയോജ്യമായ രീതിയിൽ അതിൻ്റെ സ്കെച്ച് നമുക്ക് വരച്ചു തരും. ആ സ്കെച്ചും ആദ്യം പറഞ്ഞ ഡോക്യുമെൻറ്റ്സും അതേ സെൻറ്ററിൽ തന്നെ ഫോം 6 എന്നുള്ള ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ തരംമാറ്റത്തിനുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു മൊബൈൽ നമ്പർ കൊടുക്കേണ്ടി വരും. ആ നമ്പറിൽ നമ്മൾ എപ്പോഴും കോൺടാക്റ്റബിൾ ആയിരിക്കണം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഫയൽ നമ്പർ കിട്ടും, അത് നമ്മൾ കീപ്പ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ റവന്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് അതിൻ്റെ ഇൻറ്റിമേഷൻ വില്ലേജിലും അഗ്രികൾച്ചർ ഓഫീസിലും പോവും. അവിടുന്ന് അവർ നമ്മളെ ചിലപ്പോൾ വിളിപ്പിച്ചേക്കാം, സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്തേക്കാം. അത് ചെയ്തേക്കാം എന്നാലും ചെയ്യും. അപ്പോൾ ഇതിന് ശേഷം ഇത് അപ്രൂവലായി വരുന്നത് നമുക്കൊരു മെസ്സേജോട് കൂടിയായിരിക്കും. ആ മെസ്സേജിൽ നമ്മൾ എത്ര എമൗണ്ട് അടയ്ക്കേണ്ടി വരും എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആ ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ കോൺടാക്റ്റബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ എത്ര എമൗണ്ടാണ് അടയ്ക്കേണ്ടി വരിക? ഒരാളുടെ പേരിൽ പല സർവേ നമ്പറിലായിട്ട് 25 സെൻറ്റ് ലാൻഡിന് ഉള്ളിലാണ് ഉള്ളതെങ്കിൽ അയാൾക്ക് ഈ പ്രോസസ്സ് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യാവുന്നതാണ്. 25 സെൻറ്റിന് എബോവ് ഉണ്ടെങ്കിൽ അപ് ടു 1 ഏക്കർ 10% ഓഫ് ദ ഫെയർ വാല്യൂ ആണ് നമ്മൾ പേ ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് ഫെയർ വാല്യൂ നമ്മുടെ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നതാണ്. ആ എമൗണ്ട് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഇത് കൺവേർട്ട് ചെയ്ത് കിട്ടും. 1 ഏക്കർ എബോവ് ആണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നതെങ്കിൽ 20% ഓഫ് ദ ഫെയർ വാല്യൂ അടച്ചായിരിക്കണം നമ്മളിത് കൺവേർട്ട് ചെയ്യുക. 2017 ഭൂനിയമം വരുന്നതിന് മുമ്പ് ഇവിടെ നിലം എന്നുള്ള കാറ്റഗറിയിൽ പണിത ഫ്ലാറ്റുകളും വില്ലകളും വീടുകൾക്കൊക്കെ ഹൗസിംഗ് ലോൺ കിട്ടുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ നിയമം സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ബാങ്കുകളൊന്നും നിലം എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന പ്രോപ്പർട്ടികൾക്ക് ഇപ്പോൾ ലോൺ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീടിരിക്കുന്നത് നിലം എന്നുള്ള കാറ്റഗറിയിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കൺവേർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സപ്പോസ് ഒരു 1 ഏക്കർ 2 ഏക്കർ ലാൻഡ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺവേർഷൻ ചാർജ് ഒരുപാട് എമൗണ്ട് വരും. ബട്ട് നമ്മുടെ അതില്ല, ഇപ്പോൾ എടുക്കാനില്ല എങ്കിലും ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ട് അതിൻ്റെ കൺവേർഷൻ ഓർഡർ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു ബയർ വരുമ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. നമ്മൾക്ക് മാർക്കറ്റ് റേറ്റിൻ്റെ ഈക്വൽ എമൗണ്ട് നമുക്ക് അവരോട് ചോദിക്കാം. അതർവൈസ് അവർ വെറും നിലമായി കൺസിഡർ ചെയ്ത് തുച്ഛമായ വിലയായിരിക്കും ഓഫർ ചെയ്യുന്നത്. അപ്പം ഇതൊരു ലോങ് പ്രോസസ്സാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.